സ്വാഗതം. അപ്പൊ ഇന്ന് അമ്മ ഉണ്ട്. അമ്മനെ കൊറേ ദിവസമായിട്ട് കാണാണ്ട്. അതെ അതെ ഒരു ലഞ്ചിനാണ്. ഇനി തിങ്കളാഴ്ച പോയിട്ട് രണ്ടാമോ ആക്കിയിട്ട് വേറെ കാണാൻ എല്ലാത്തും മൂടിയിട്ട് അടപ്പുള്ളത് ഇപ്പൊ കൊടുത്തേ. ഇനി എപ്പോഴും ഇടുന്ന പോലത്തത് എല്ലാരും ഇടുന്ന പോലത്തത് കൊടുക്കൂ. അത് സെസ്റ്റാക്കിയിട്ട് നോക്കിയിട്ടാവണോ. അങ്ങനെ തിങ്കളാഴ്ച പോകാം. കാണാൻ മുമ്പേയും കണ്ടോണ്ടിണ്ടായിമ. അവര് സെസ്റ്റാക്കുമ്പോ പാട മൂടിന്ന് പറഞ്ഞു. ഇതിപ്പോ അടുത്തായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നിങ്ങ വരേണ്ടി വരൂ. ഇപ്പൊ തന്നെ നിങ്ങ ആക്കി കളയേ പറഞ്ഞു. അങ്ങനെ അത് ആക്കിയത്. അതെ അങ്ങനെ നോക്കാം. എപ്പാകുമ്പോ ഒരിക്കൽ ആക്കണ്ടേ. അതെ കുറച്ച് വേഗം വന്ന് 3:30 മണിക്കെല്ലാം വിട്ട് ബസ് കിട്ടിയിട്ട് വേഗം വന്നു. അവര് വന്നു വേഗം. ഇനി പോയിട്ട് ചോറ് കറിയല്ല അവരുടെ പുറയല്ല ഇങ്ങനെ തന്നെ ഇരുട്ടത്ത് ചോറ് കറി അല്ലേ. അത് പണ്ട് എനക്കറിയമ്മ. അതൊന്നും അതിശയല്ല. ഇരുട്ടത്ത് കാപ്പി പറിച്ചിട്ട് വന്നിട്ട് ഇരുട്ടത്ത് കൂടി ആക്കലുണ്ട്. അതെ അതെ ലൈറ്റ് ഇട്ടിട്ട് ഞങ്ങൾ പച്ച വേറെ പൗത്തത് വേറെ നീക്കണം. ലൈറ്റ് ഇട്ടിട്ട് വെക്കിട്ടല്ല വരുന്നുണ്ടായി. അപ്പൊ ഇരുട്ടാവും. ഈ നേരല്ല ആവും. അങ്ങനെ അപ്പൊ കാപ്പി പറിക്കാണ് കളത്തിൽ ലൈറ്റ് ഇട്ട് കൊടുക്കും. ലൈറ്റ് ഇട്ട് കൊടുക്കും. വീട്ടിൽ വരുമ്പോ സിമണവൾക്ക് അതെ ലൈറ്റ് ഇട്ടിട്ട് കൊടുക്കും. പെരുക്കാന്ന് വേറെ വേറെ ആക്കാന്ന്. വീട്ടില് വരുമ്പോ സീമന ഒഴിച്ച വിളക്കന്നെ ചിമ്മിളി വിളക്ക്. പിന്നെ ഞങ്ങക്ക് ഗ്യാസ് ഒന്നും അപ്പ ഇല്ല. അടുപ്പിൽ തീ കൊടുത്താലായി. എന്നാലും ഒരു 8-8:30 മണിയാകുമ്പോഴത്തേക്ക് ചോറ് വെച്ചിട്ടുണ്ട്. അതെ 10 മണിയായാലും ചോറ് കറി. ഗ്യാസും പിന്നെ കറിന്റെ വെളിച്ചെല്ലാം ഉണ്ടാവുമ്പോ അതെ ലേറ്റ്. അങ്ങനെ ഇപ്പോഴത്തെ പെൺമക്കൾക്ക് ദൈവം എത്തിച്ചിട്ട് ഞങ്ങളുടെ കഷ്ടം ഇല്ലാണ്ട് ഇങ്ങനെ ആയത് വലിയ ഒരു സന്തോഷം. ഇപ്പൊ വാഷിംഗ് മെഷീൻ വേണോ, ഗ്യാസ് അടുപ്പ് വേണോ, അരക്കാന് മിക്സി വേണോ, എന്തെല്ലാം വേണോ അത് ജോഗം തന്നെ. നമ്മൾ കണ്ടല്ലേ. അതല്ല നമ്മളാക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ മക്കൾക്കെല്ലാം സുഖം കിട്ടിയത് കണ്ടല്ലേ. അതൊരു സന്തോഷം. അങ്ങനെ ഒരു കറി എല്ലാം ആവണം അല്ലേ. അതും എന്താ കുക്കറിൽ ചോറ് വെക്കൂ, വേഗം കരിയും ആവൂ ഗ്യാസ് അടുപ്പില്. അങ്ങനെ അപ്പുറത്തൊരു കുക്കർ ഇപ്പുറത്തൊരു കുക്കർ വെച്ചെങ്കിൽ 2 കുക്കറിൽ ചോറ് കറി റെഡിയായി. അത് സന്തോഷം. നിങ്ങ സുഖത്തിലുള്ള കൊണ്ട് ഞങ്ങൾക്കൊരു നിമ്മതിയുണ്ട്. ഒറ്റൽ ഞങ്ങൾക്ക് ഇരിക്ക എളുപ്പത്തിൽ എന്റെ കുട്ടികളാക്കുക. അപ്പല് കുറഞ്ഞ റേറ്റ് ശമ്പളവും കുറഞ്ഞിട്ടാ ഇപ്പോഴത്തെ. ക്രിസ്മസ് ലീവാ ഓണക്കില്ലേ? ഇതെല്ലാം കുത്തി കൊടുക്കണ. ഇതെല്ലാം കുത്തി കൊടുക്കാം. കുറച്ച് വലുതാവുമ്പോ അതിന്റെ അടിക്ക് മണ്ണെല്ലാം ഇട്ട് കൊടുക്കണം. കുറച്ച് ചാണപ്പൊടിയോ മണ്ണെല്ലാം ഇട്ടിട്ട് കൊടുക്കും. ഇത് മുളക് ചെടിയെല്ലാം നട്ടിട്ടുണ്ടായി. മുളകിന്റെ വിത്തെല്ലാം ഇട്ടിട്ടുണ്ടായി. അല്ല വന്നിനാ നോക്കണത്. അത്ര തീരെ നോക്കുക. പിന്നെ ഇനി അപ്പുറെല്ലാം ഉണ്ട് കുറച്ച്. ഈ മഞ്ഞ് ടൈമിൽ ജാസ്തി ആവുന്നുണ്ട്. ഇതാ 2 ഇല പൊട്ടീനി പോ നട്ട. പിന്നെ ഇത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ മണ്ണെടുത്തിട്ട് നമ്മൾ ഈ ബോക്സിൽ ഡബ്ബിയിലെല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. അത് ഇത്രയ്ക്കാവുമ്പോൾ നമ്മളെടുത്ത് മാറ്റി കളയാം. ഇല്ലെങ്കിൽ അത് ഡബ്ബിൽ ഇത്രയ്ക്കേ ഉണ്ടാവുമല്ലോ മണ്ണ് പോരാണ്ട് അത് ശരിക്കും വരില്ല. അപ്പം നമ്മൾ ഇതിന് വേറെ വേറെ നടണം. ഇനി ഇതിൽ ചാണകം കപ്പ
ഇങ്ങനത്തെ മണ്ണ് കൊണ്ടുവരണം, കൊണ്ടുവന്നിട്ട് ഇതിനിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ദിവസം വെള്ളം ഒഴിച്ചാല് ഒരു 2 മാസത്തിൽ ഇതിൽ കായാവും അല്ലെ. ഇത് നിത്യപുഷ്പമല്ല, എപ്പോഴും ഇതിൽ പൂവുണ്ടാവുക, വെള്ള കളറ് നല്ല ഉണ്ടല്ലോ ഇത്. ഇത് മുമ്പില് നടണമെന്നുണ്ടായി, നോക്കുമ്പോ ഇത് കല്ലിന്റെ ഇടയിൽ വന്നു. ഇത് എടുക്കാനാവില്ല, എടുത്താൽ ഇതിന്റെ ഇത് പോയിക്കളി. കല്ലിന്റെ ഇടയ്ക്കുണ്ടല്ലേ? കല്ലിന്റെ ഇടയ്ക്ക്. ഇതൊരു പൂവിന്റെ കളർ നോക്കുമ്പോഴത്തെ നല്ല പൂത. ഉരുളക്കിഴങ്ങ് ചെടി ഇത്ര പാങ്ങ് വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ മണല് വരുന്നത് പറയുന്ന കേൾക്കുന്നുണ്ടല്ലേ. മുളക് ചെടി ഇത്ര കായല്ലേ? മുളക് ചെടിയിലെല്ലാം പൂവായിന്. ഇതിലൊന്ന് കായ് കാണാൻ വേണ്ടിട്ട് ഒരു ഇതുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്, കൊറേ ആയി ഇത് നട്ടിട്ട്. ഇതിങ്ങനെ തന്നെ ഉണ്ട്, പൂവാവുണ്ട്. ഇതിങ്ങനെ വീണുകൊണ്ട്, ഇതാ ഇങ്ങനെ ആയിട്ട് വീണുകൊണ്ട്. ഇത് നമ്മുടെ ബാലട്ട നട്ടത് അതിനെ കൊണ്ട് ഒരു കായായി കാണണം പറഞ്ഞിട്ട് ബാലട്ട കൊറേ മണ്ണും ചാണപ്പൊടിയും പിന്നെ എന്തെല്ലോ ഇട്ടിട്ട് ഒരുജാതി അതിനെ നോക്കുന്നുണ്ട്. അതിനെ നോക്കണ ജാസ്തിയായിട്ട് എന്തോ കാണുന്നത്, കായേ ആവുന്നില്ല. ഇത് വലുതായിട്ട് ഒരു 2-3 മുളകാങ്ങളും പൊടിച്ചതൊന്ന് കണ്ടാ മതി. പാവോ, ബാലട്ടന്റെ ഒരു ആഗ്രഹത്തിനെങ്കിലും ഒന്ന് പിടിക്കും മുളകെ, 2 പിടിക്കും മതി, ജാസ്തി ഒന്നും വേണ്ട. ഇത്ര നീളായാൽ മതി, അപ്പോഴത്തേക്ക് അതിന് പറിച്ച് നടുവോ. ഇത് ഈ നട്ട് വെച്ചിട്ടുണ്ട് കുറേ, എല്ലാ നായ്ക്കളും അതും ഇതെല്ലാം. അതാ ഇവിടെ അതാ നായിന്റെ പണി കണ്ട, അതിന്റെ മുകളിലെ ചവിട്ടി. വൈതനങ്ങ ഉണ്ടല്ലോ, ചെറിയ വൈതനങ്ങ, ഇത്രേ നീളാവും അത്. ആ ചെടി അതിനെ പറയൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് തിന്നാന്. അതിനെ ഇങ്ങനെ നീളത്തിൽ കയറിയിട്ടിട്ട് എണ്ണയിൽ വാട്ടിയിട്ട് ഫ്രൈ ആക്കും, നല്ല രസം ഉണ്ടാവും. അങ്ങനെ അതെ, അമ്മയും കൂടെ ഇല്ല. കണ്ടിട്ട് വന്ന് കുറച്ച് അമ്മേൻ്റെ അടുത്ത് വാർത്തകൾ പറയണ്ടേ, കുറേ ദിവസമായിട്ടുണ്ടായി നോക്കണ്ടു. അങ്ങനെ പോയിട്ടുണ്ടായി. അങ്ങനെ പോയിട്ട് വന്ന് പിന്നെ നമ്മളെ ചുറ്റുമുറ്റും എല്ലാ ചെടികളെല്ലാം ഇപ്പോൾ മഴയെല്ലാം കുറഞ്ഞിട്ട് കുറച്ച് ഇതെല്ലാം വന്നിട്ടുണ്ട്. അതെ, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വന്ന്. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണോ, ഷെയർ ആക്കണോ, സബ്സ്ക്രൈബ് ആക്കണം. ബൈ.